സർ, ഇന്ന് വളരെ അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണല്ലോ, വിജയ് ദിവസ്. പാകിസ്ഥാനെ ഇന്ത്യ 1971 യുദ്ധത്തിൽ അതെ പരാജയപ്പെടുത്തിയത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ദിവസം ദിവസമാണ്. പക്ഷെ ഞാൻ വിജയ ദിവസത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഞാൻ വളരെ വ്യത്യസ്തമായി രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ പോവാണ്. ഒന്ന്, ബാൻ സ്കോട്ട് ബംഗ്ലാവിനെ ഞാൻ ഓർമ്മിക്കും. രണ്ട്, കെ പി മുരളീധരനെ ഞാൻ ഓർമ്മിക്കും. ആരാണ് സർ? കെ പി മുരളീധരൻ മലയാളിയാണെന്ന് മനസ്സിലായല്ലോ. നിലമ്പൂർ കോവിലകത്തെ അംഗമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈയിങ് ഓഫീസറായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ, ഈ യുദ്ധം തുടങ്ങുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മുടെ എയർ ബേസുകൾ ആക്രമിച്ചു എന്ന് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നൊരു പദ്ധതി പാകിസ്ഥാൻ ആവിഷ്കരിച്ചിട്ട്, അതിന് മുമ്പൊരു പശ്ചാത്തലമുള്ളത്, കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ തോതിൽ മുസ്ലിങ്ങളെ തന്നെ പാകിസ്ഥാനികൾ കൂട്ടക്കൊല ചെയ്യുന്നു. അവർ പാകിസ്ഥാൻ നടത്തുന്ന വംശഹത്യക്കെതിരെ അവർ മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ടാക്കി പാകിസ്ഥാൻ പട്ടാളത്തിനോട് പൊരുതുന്നു. അവർ കൂട്ടക്കൊല, ആയിരക്കണക്കിന് ആളെ കൊല്ലുന്നു. അങ്ങനെ വന്നപ്പോൾ വലിയ തോതിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 1 കോടി ആളുകളോളം ഓടി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ ആ സമരം ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിൽ ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യയുടെ 11 വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. പത്താൻകോട്ട്, അമൃത്സർ, ആഗ്ര ഉൾപ്പെടെ 11 വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. അത് ഇന്ത്യ തിരിച്ചടങ്ങി തുടങ്ങിയ ഡിസംബർ 4 തൻ്റെ ഹണ്ടർ വിമാനം പറപ്പിച്ച് പാകിസ്ഥാനിലേക്ക് ആക്രമണത്തിന് പോയ ആളാണ് നമ്മുടെ കെ പി മുരളീധരൻ. മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. അദ്ദേഹം വിമാനത്തിൽ നിന്ന് അദ്ദേഹം താഴെ വീണു, ഇജക്റ്റ് ചെയ്ത് താഴെ വീണു. അദ്ദേഹത്തെ പാകിസ്ഥാൻ പിടികൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതവിടെ നിൽക്കട്ടെ, യുദ്ധം കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ നടന്നത് എന്നാണ്. പാകിസ്ഥാൻ്റെ 93,000 പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. നമ്മളവരെ 93,000 പേരെ തടവുകാരായി പിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? പാകിസ്ഥാൻ്റെ സൈനിക മേധാവി, ഈസ്റ്റേൺ കമാൻഡിൻ്റെ ജനറലായിരുന്ന അമീർ അബ്ദുള്ള ഖാൻ നിയാസി എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം. നിയാസി നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ തലവന് മുന്നിൽ കീഴടങ്ങി ഒപ്പിട്ടു. ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ടു. ആ ചിത്രം വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. അങ്ങനെ കീഴടങ്ങിയതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചില ചർച്ചകൾ നടന്നു. അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അവരിങ്ങനെ ചർച്ച നടത്തി, എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായതാണ് സിംല കരാർ. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, സുൽഫിക്കർ അലി ഭൂട്ടോ ഭയങ്കര സുന്ദരനായിരുന്നു. അയാൾ കേംബ്രിഡ്ജിൽ പഠിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ബെർക്ക്ലിയിലും ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലും ഒക്കെ പഠിച്ച അതിസുമുഖനായ, പിന്നെ പ്ലേ ബോയ് ആയിരുന്നു പുള്ളി. ഏത് പെണ്ണുങ്ങളെയും പിഴിക്കുന്ന ആളായിരുന്നു. ഭയങ്കര സുന്ദരനായ ഒരാൾ, ഭയങ്കര ഡിപ്ലോമാറ്റിക് പുള്ളി. അത്തരം അയാളായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങനെ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിംല കരാറിലേക്ക് നയിച്ച ചർച്ച നമ്മൾ നടക്കുകയാണ്. ഈ ചർച്ച നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബാൻ സ്കോട്ട് ബംഗ്ലാവിലാണ്. ബാൻ സ്കോട്ട് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ഇന്നത്തെ ഗവർണറുടെ രാജ്ഭവൻ, ഇപ്പോൾ ലോക് ഭവനിലാണല്ലോ പറയുന്നത്, ലോക് ഭവനിലാണ്. അവിടെ വെച്ച് ചർച്ച. അങ്ങനെ ഹിമാചൽ പ്രദേശ് ഭവനിലേക്ക് സുൽഫിക്കർ അലി ഭൂട്ടോ വരുന്നു. കൂടെ ബനസീർ ഭൂട്ടോ എന്ന് പറയുന്ന മകളുമുണ്ട്. ഇന്ദിരാഗാന്ധി താമസിച്ച് ദ റിട്രീറ്റ് എന്ന് പറയുന്ന മഷോബ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലത്താണ്, ബംഗ്ലാവിലാണ് ഇന്ദിരാഗാന്ധി സ്ഥാപിച്ച് ചർച്ച നടത്തിയിരിക്കുന്നത്, ബാൻ സ്കോട്ട് ബംഗ്ലാവിൽ. ചർച്ച അങ്ങനെ തുടർന്നിട്ട് ജൂൺ 28 മുതൽ ജൂലൈ 2 വരെ ചർച്ച നടന്നിട്ടും ചർച്ച അവസാനിക്കുന്നില്ല, തീരുമാനമെടുക്കുന്നില്ല. അവസാനം പിറ്റേ ദിവസം ജൂലൈ 3 ഭൂട്ടോ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അന്ന് ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, അവസാനപ്പെട്ടൊരു ചർച്ച ഇവിടെ ശ്രമം നടത്താം. ഇന്ദിരാഗാന്ധി തൻ്റെ സംഘത്തിലുള്ളവർ, നിങ്ങളാരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഭൂട്ടോ ഒറ്റയ്ക്ക്, ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ വൈകുന്നേരം അത്താഴത്തിന് ശേഷം ഇവർ ചർച്ച ആരംഭിച്ചു. രാത്രി 12:40 ഇന്ദിരാഗാന്ധിയും ഭൂട്ടോയും മാത്രം ബാൻ സ്കോട്ട് ബംഗ്ലാവിൽ അടച്ചിട്ട മുറിയിൽ, മറ്റാരുമില്ലാതെ രാത്രിയിൽ 8:30 മണിക്ക് ശേഷം ചർച്ച ആരംഭിച്ചു. 12:40 ചർച്ച തീർന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ പുക വരും എന്ന് പറയുന്ന പോലെ വെള്ളപ്പുക വന്നു. 12:40 കരാർ ഒപ്പിട്ടു.
ദ്വിഭാഷിയില്ലാതെ 1-to-1 ചർച്ച 8:30 മണി മുതൽ 12:40 വരെ. അതായത് 12:40 പറയുമ്പോൾ ശരിക്കും ജൂലൈ 3 പക്ഷേ സിംല കരാർ ജൂലൈ 2 പറയുന്നത്. 2 ജൂലൈ 12 മണിക്ക് 8:30 തുടങ്ങിയതാണല്ലോ. പാതിരാത്രി ആയിപ്പോയി എന്നുള്ളത് ആരുടെയും കുഴപ്പമില്ല. അത് കരാർ ഒപ്പിട്ടു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 93,000 ഭടന്മാരെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നോർമലായി വന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇന്ദിരാഗാന്ധിയോട് സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത്രേ ഉണ്ട്. അതായത് ഈ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ എൻ്റെ സർക്കാർ വീഴും. എൻ്റെ സർക്കാർ വീണാൽ പട്ടാള ഭരണം വരും. പട്ടാള ഭരണം വന്നാൽ ഇന്ത്യക്ക് ഇതിനേക്കാൾ ദോഷമുണ്ടാവും. അതുകൊണ്ട് കരാർ ഒപ്പിടണം എന്നൊക്കെ പറയുന്നു. അതാണ് ഒരു ഒഫീഷ്യൽ വേർഷൻ. പിന്നെ ഒരുപാട് അപവാദ കഥകൾ വന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് സുൽഫിക്കർ അലി ഭൂട്ടോയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നെന്നും അത് 28-ാം തീയതി മുതൽ 2-ാം തീയതി വരെയുള്ള ചർച്ചകളൊക്കെ തീർന്നിട്ട് പരാജയപ്പെട്ട് 3-ാം തീയതി തിരിച്ചു പോകാനിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൻ്റെ മുറിയിലേക്ക് വരാം എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ് ചർച്ചയ്ക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് വേറെ വ്യാഖ്യാനങ്ങൾ വന്നു. അയാൾ ഈ പറയുന്ന പോലെ ഒരു സ്ത്രീലമ്പടനായിരുന്ന ഒരാളായിരുന്നു ഭൂട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ധരിക്കുന്നത്, അതായത് ലണ്ടനിലെ ഏറ്റവും വലിയ സ്യൂട്ട് തുന്നുന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപയാണ് സാവിൽ റോയുടെ സ്യൂട്ടുകൾ. അങ്ങനത്തെ ഏറ്റവും മുന്തിയ സ്യൂട്ടുകൾ, സാവിൽ റോയുടെ സ്യൂട്ടുകളൊക്കെ ധരിച്ച് ഏറ്റവും സുമുഖനായി നിൽക്കുന്ന ഒരാളാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. അയാൾ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഇയാളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടെ പത്രങ്ങൾ വാർത്ത എഴുതുന്നുണ്ടായിരുന്നു. സിംല കരാറിന് ചർച്ച ചെയ്യാൻ ഭൂട്ടോ വരുന്നു, ഭൂട്ടോ എത്ര സുന്ദരനാണ്, ഭൂട്ടോ ഇടുന്ന സ്യൂട്ട് സാവിൽ റോയുടെയാണ്, അയാളുടെ ഷൂസ് ഇന്നതാണ്, അയാളടിക്കുന്ന പെർഫ്യൂം ഇന്നതാണ് എന്ന് പറഞ്ഞ് അയാളുടെ സർവ്വസാധനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ലേഖനങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഇന്ദിരാഗാന്ധി രാത്രിയിൽ വേറെ ആരും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് 8:30 മുതൽ 12:40 വരെ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഭൂട്ടോയുമായി ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നു. പക്ഷേ ആ കരാർ എന്ന് പറയുന്നത് ഏകപക്ഷീയമായിരുന്നു. പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാകുന്നതായിരുന്നു. വേണമെങ്കിൽ 93,000 പട്ടാളക്കാരെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പറയാമായിരുന്നു, ഒപ്പിട് പട്ടാളക്കാരെ വിട്ടുതരാം, പക്ഷേ കാശ്മീരിൻ്റെ മേലിൽ അവകാശവാദം ഉന്നയിക്കരുത് എന്ന് പറയാമായിരുന്നു. LOC, ലൈൻ ഓഫ് കൺട്രോൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി, ഇതായിരിക്കണം ഇനി മുതൽ അന്താരാഷ്ട്ര അതിർത്തി എന്ന് ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞില്ല. ഇന്ദിരാഗാന്ധിക്ക് KP മുരളീധരനെങ്കിലും ഓർമ്മിക്കാമായിരുന്നു. KP മുരളീധരൻ എന്ന് പറഞ്ഞാൽ 93,000 പട്ടാളക്കാർ നമ്മുടെ തടവുകാരായി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ 54 പേർ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഭൂട്ടോയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ. 93,000 പേരെ വിട്ടുകൊടുത്തപ്പോഴും ഈ 54 നമ്മുടെ പട്ടാളക്കാരെ പോലും ഇന്ദിരാഗാന്ധി തിരിച്ചു വച്ചില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 74 വർഷം കഴിഞ്ഞു. പാകിസ്ഥാൻ ജയിലിൽ നമ്മുടെ KP മുരളീധരൻ ഉൾപ്പെടെയുള്ള 54 പട്ടാളക്കാർ, 93,000 പേരെ നമ്മൾ വിട്ടുകൊടുത്തപ്പോഴും 54 പേർ അവിടെ ആ ജയിലിൽ നരകയാതന അനുഭവിച്ച് മരിച്ചുപോയി. അപ്പോൾ പിന്നെ നമ്മൾ ഓർപ്പിക്കേണ്ടത് വിജയ ദിവസം നമ്മൾ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് കയറി ചെന്നു. ഇന്ത്യൻ പട്ടാളം മനേക്ഷയുടെ നേതൃത്വത്തിൽ നമ്മുടെ 3 സേനയും കൂടെ അടിച്ച് കയറി ധാക്ക വരെ ചെന്നു. നമ്മളേണ്ട 15,010 കിലോമീറ്റർ നമ്മൾ പാകിസ്ഥാൻ്റെ പിടിച്ചെടുത്തു. ഇന്ദിരാഗാന്ധി ഈ പറയുന്ന ബംഗ്ലാവിലെ രാത്രിയിലെ തനിച്ചുള്ള മീറ്റിങ്ങിന് ശേഷം അത്രയും സ്ഥലത്തുനിന്ന് നമ്മൾ പിന്മാറാമെന്ന് സംഭവിച്ചു. അപ്പോൾ നോക്കൂ, നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം വിട്ടുകൊടുത്തു, 93,000 പട്ടാളക്കാരെ കൊടുത്തു. കാശ്മീരിൻ്റെ പേരിൽ നിങ്ങൾ ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് നമ്മൾ ഡിമാൻഡ് വെച്ചില്ല. ഞങ്ങളുടെ 54 പട്ടാളക്കാരെയെങ്കിലും തിരിച്ചു തരൂ എന്ന് ഈ നീചയായ സ്ത്രീ അങ്ങനെ പറയാതെ തരമില്ല. ചരിത്രത്തിൽ നമ്മൾ എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ സുഗന്ധ തൈലം പൂശി മാത്രം കാണുന്നത്? ഈ നീചയായ സ്ത്രീ മിനിമം ഇന്ത്യക്ക് വേണ്ടി പൊരുതിയ 54 പേരെയെങ്കിലും തിരിച്ചു തരൂ എന്ന് പറഞ്ഞില്ല. അവർ പിന്നെ ഭൂട്ടോയുടെ അടുത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാനില്ല. പിന്നെ പറയുന്നുണ്ട് മുജീബുർ റഹ്മാനെ തൂക്കിക്കൊല്ലാൻ. മുജീബുർ റഹ്മാൻ ആയിരുന്നല്ലോ മുക്തിബാഹിനിയുടെ നേതാവ്, ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ. മുജീബുർ റഹ്മാനെ പാകിസ്ഥാൻ പട്ടാളം തൂക്കിക്കൊല്ലുമായിരുന്നു, അത് ഒഴിവാക്കി തരണം എന്ന് മുജീബുർ റഹ്മാനെ തൂക്കിക്കൊന്നാലും തൂക്കിക്കൊന്നില്ലെങ്കിലും ഇന്ത്യക്കാരൻ എന്ത് പിണ്ടാക്കാം? നമ്മുടെ 54 പട്ടാളക്കാരുടെ ജീവൻ അതുപോലും ചോദിച്ചില്ല. നീചയല്ലേ? അപ്പോൾ നമ്മൾ വിജയ ദിവസം അതാണ് ഓർമ്മിക്കേണ്ടത്. KP മുരളീധരന് ആദരാഞ്ജലി അർപ്പിക്കണം ഇന്ത്യക്കാർ. അങ്ങനെ പേരറിയാത്ത 54 പേർ. ഒരു ക്യാപ്റ്റൻ തോമസ് വർഗീസ് ഉണ്ടായിരുന്നു പറയുന്നു, മറ്റൊരു മലയാളി. ക്യാപ്റ്റൻ തോമസ് വർഗീസ് പിടിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവർ ജയിലിലുണ്ടായിരുന്നു. ഇവരുടെ കത്തുകൾ
നാട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടുകാർക്ക്, ഞങ്ങൾ ഈ ജയിലിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരുന്നില്ല എന്ന് ചോദിച്ചത്. ആ പാകിസ്ഥാൻ ജയിലിൽ മീൻപിടുത്തക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് പല കാര്യത്തിന് പാകിസ്ഥാൻ പിടിച്ച് ജയിലിലിട്ടുള്ള ഇന്ത്യക്കാരുണ്ട്. അവർ കണ്ടിട്ടുണ്ടോ നമ്മുടെ 54 പട്ടാളക്കാർ ആ ജയിലിൽ കിടക്കുന്നത്? എന്ത് ഉരുക്കു വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാ പറയുന്നത്. ഒരു സുന്ദരനെ കാണുമ്പോൾ ഉരുകിപ്പോകുന്ന മെഴുകുതിരി വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് യെല്ലോ ജേർണലിസമാണ്, മഞ്ഞക്കഥയാണ് എന്ന് പറയുന്നവർക്ക് സ്വസ്തി. അപ്പോൾ വിജയദിനം ഒരു സങ്കടത്തിൻ്റെ ദിനം കൂടിയാണ്, ചതിയുടെ ദിനം കൂടിയാണ്, ഒരാളുടെ വിധേയത്വത്തിൻ്റെ ദിവസം കൂടിയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.